ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട്. ഞാനിവിടെ കണ്ണൻ കുഴിയാളെയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഓരോ മീനിലോട്ടും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് എല്ലാ മീനിലോട്ടും ഞാൻ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രിസ്പി കോട്ടിംഗ് വേണമല്ലോ. അതിനായിട്ട് ചെറിയ റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സാധാ ചെറിയ റവയാണ്. റവയ്ക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഓരോ മീനും ഈ റവയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. അതായത് പുറമേ നല്ലൊരു കവറിങ് കിട്ടുന്നത് പോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എല്ലാ മീനും അതുപോലൊന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഇതുപോലെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ഫ്രം ലിച്ചു.